Please mark your attendance. So, we already studied how to write A to J. A മുതൽ J വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? A to J. A മുതൽ J വരെ എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചു അല്ലേ? Then which is the next letter? Which is the next letter? J കഴിഞ്ഞാൽ ഏതാണ് അടുത്ത ലെറ്റർ? Muhammad Marwan, which is the next letter? K. Okay, right. K ആണല്ലേ അടുത്ത ലെറ്റർ. നമ്മൾ ഇതുവരെ A, B, C, D, E, F, G, H, I, J 10 ലെറ്റേഴ്സ് പഠിച്ചു അല്ലേ? 10 ലെറ്റേഴ്സ് നമ്മൾ ഇതുവരെ പഠിച്ചു. ഏതൊക്കെയാണ്? ഏതൊക്കെ ലെറ്റർ ആണ് ജാനകി നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്? Okay, J വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? And the next letter is K. K. How many of you know how to write K? എത്ര പേർക്ക് അറിയാം എങ്ങനെയാണ് K എഴുതുക എന്നുള്ളത്? K എങ്ങനെ എഴുതാ? ആഫിയക്ക് അറിയാം അല്ലേ? അറിയുന്നവരൊക്കെ ഒന്ന് എഴുതി കാണിച്ച്. ഓക്കെ, മാനവ്. ഓക്കെ, ധൻദേവ്. പിന്നെയോ ധൻദേവ് എഴുതി, മാനവ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫാത്തിമ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഹർഷാൽ. ഓക്കെ, ജാനകി മനു. ഓക്കെ, മുഹമ്മദ് സയാൻ. Okay, then listen here. We will learn how to write Afia. Okay, very good. Rishan. Okay. Okay. Now we will learn how to write K. I already told you. Letters begin with a standing line, sleeping line. അല്ലേ? Standing line ഉം sleeping line ഉം ഒക്കെ വെച്ചിട്ടാണ് letters എഴുതാൻ വേണ്ടി തുടങ്ങേണ്ടത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. So, first, draw a standing line from top to bottom like this. Draw a standing line. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കണം അല്ലേ? എന്താണിത്? What is this? This is standing line. So first we draw a standing line from top to bottom like this. ആദ്യം നമ്മൾ ഇങ്ങനെ top to bottom ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക. Then right, draw a slanting line like this. ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. What is this? It is a slanting line. കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഉള്ളത് അല്ലേ? Then right, draw a slanting line from here to the middle of the standing line, and again draw a slanting line like this. This is K. K. ഇതാണ് K അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ K എഴുതുക. This is capital letter K. How to write capital letter K? Draw a standing line from top to bottom. Then draw another slanting line to the middle of the standing line. Then again draw a slanting line. This is K. K. The both slanting line are touched with the same point of the standing line. Okay. This is K.
capital K. Look here. Draw a standing line from top to bottom to the line and slanting line. Touch with the middle of the standing line and again draw a slanting line to the same point. Okay. Then how to write small letter K? Small letter K specialty എന്താണ്? Small letter K ഇങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യണം നമ്മള്? പിന്നെ കുറച്ച് താഴെയായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ സ്ലാൻഡിംഗ് ലൈൻസ് വരക്കേണ്ടത് അല്ലേ? അതായത് ആദ്യം നമ്മൾ ഇതിൽ ഉള്ള പോലെ തന്നെ എന്ത് ചെയ്യാ? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരക്കുക. എന്നിട്ട് അതിന്റെ കുറച്ച് താഴെയായിട്ട് അല്ലേ? അതായത് കുറച്ച് ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യാ? ഒരു ഇങ്ങനെ രണ്ട് സ്ലാൻഡിംഗ് ലൈനും കൂടെ വരച്ചു കൊടുക്കാം. This is K small letter and this is capital and this is small. Capital and small. K. This is K small letter and capital letter. എല്ലാവരും ഒന്ന് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്റർ കെയും എഴുതി കാണിച്ചേ മിസ്സിന്. എഴുതിയോ? കെ ആണ് നമ്മളിപ്പോ പഠിച്ചത് അല്ലേ? ഹൗ ടു റൈറ്റ് ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റർ കെ. കെ. ഓക്കെ ജാനകി വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ധൻദേവ് ഓക്കെ വെരി ഗുഡ്. ഹണിയ ഓക്കെ മോളെ വെരി ഗുഡ്. ഹർഷാൽ ഓക്കെ വെരി ഗുഡ്. മുഹമ്മദ് മർവാൻ ഓക്കെ വെരി ഗുഡ്. ദെൻ മുഹമ്മദ് റിയാൻ ഓക്കെ വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. ദെൻ റിഷാൻ എഴുതിയോ? റിഷാൻ. മാനവ് ഓക്കെ വെരി ഗുഡ് മോനെ. ഓക്കെ മുഹമ്മദ് സയാൻ ഓക്കെ. നവമി എന്താണ് സായക്? വാട്ട് ഹാപ്പൻ ദേർ? എന്താണ്? ഷോ മീ യുവർ സ്ലേറ്റ്. വേർ ഈസ് യുവർ കെ? ഒന്ന് കാണിച്ച് മിസ്സിനെ, എവിടെയാണ്? ഓക്കെ റിഷാൻ ഓക്കെ. ആ ഓക്കെ വെരി ഗുഡ്. വൈ ആർ യു ക്രൈയിങ്? Okay, so listen once again how to write K. Draw a standing line like this. So draw a standing line like this and draw a slanting line, touch with the middle of the standing line. Again start a slanting line to the from the same point. Le ee same point il ninnu endu cheya? Veendum oru slanting line varakka. Oru slanting line. Then another slanting line, touch with the same point to the standing line. So it is K.
capital K, and this is small k. Capital and small. Okay. And what is the next letter? Next letter. A, B, C, D, E, F, G, H, I, J, K, and L. L. Next letter is L. How to write L? എങ്ങനെയാണ് നമ്മൾ L എന്നുള്ള അക്ഷരം എഴുതുക? How many of you know how to write L? How many of you know L? Afia. Okay. Afia എഴുതിയിട്ടുണ്ട് L. Very good. നന്നായിട്ടുണ്ട്. ആർക്കൊക്കെ അറിയാം L എഴുതാൻ? L. Dandev എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് റിഹാൻ എഴുതിയിട്ടുണ്ട്. Yes. Then Janaki Manu. Okay. Naomi. Okay. Okay. Hania Fatima എഴുതിയിട്ടുണ്ട്. ഹർഷാൽ എഴുതിയിട്ടുണ്ട്. Okay. Manav Shaiju. Okay. Then Muhammad Rizwan. Okay. Then Muhammad Zayan. Nihara Nihal. Okay. Rishan. Rishidev. Fatima. Okay. Then listen here. L. Draw a standing line like this. എല്ലാത്തിലും എന്താണ് സ്റ്റാൻഡിംഗ് ലൈനും സ്ലീപ്പിംഗ് ലൈനും ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരക്കാം. ഇങ്ങനെ നിൽക്കുന്ന ഒരു ലൈൻ. Then എന്ത് ചെയ്യാ? Draw a sleeping line. First one, draw a standing line from top to bottom. Again, draw a sleeping line. Touch with the end of the standing line. ഈ സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചിട്ട് ഇതിന്റെ അടിയിൽ ഇതിന്റെ ബോട്ടം ഇവിടെ ടച്ച് ചെയ്തിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈനും വരക്കുക. ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ എൽ. ഇതാണ് എന്ത്? ക്യാപിറ്റൽ ലെറ്റർ എൽ അല്ലേ? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു. ദെൻ അതിന്റെ ബോട്ടത്തിൽ ടച്ച് ചെയ്തിട്ട് ടച്ച് ദ ബോട്ടം ഓഫ് ദ സ്റ്റാൻഡിംഗ് ലൈൻ. ഡ്രോ എ സ്ലീപ്പിംഗ് ലൈൻ. ദാ ഇങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ എൽ. Capital letter L. Draw a standing line. Then draw another sleeping line. Touch with the bottom of the standing line. Yes, Rishan. Okay. L. Then how to write small letter L? Small letter L is very simple. Just draw a standing line like this. This is small letter L. Da. ഇത്രേ ഉള്ളൂ അല്ലേ? Very easy. Small letter L. Just draw a standing line. This is small letter L. And this one is capital letter L. Capital, small. Capital and small. കണ്ടോ? എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് എന്ത് ചെയ്തു? നമ്മൾ കണ്ടു അല്ലേ? ഓക്കെ. സോ എല്ലാവരും ഒന്ന് എഴുതി കാണിച്ചേ ക്യാപിറ്റൽ ആൻഡ് സ്മോൾ.
Okay. Okay, very good all of you. Very good. എല്ലാവരുടെയും മിസ് കണ്ടു. Okay, fine. Then take your textbook and look at your textbook. Some words are given there starting with K and L. K യിലും L യിലും സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? K, L. Read the letters and name the picture. ഈ ലെറ്റർ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പിക്ചറിന്റെ ഒക്കെ പേര് പറയണം അല്ലേ? Okay, now മിസ് കണ്ടു. So look at your textbook and read the letters, name the picture. Read that letters. K, K, L. Read with me. K and L. K for kite, king, key and kangaroo. എന്തൊക്കെയുണ്ട്? K for kite, king, Marwan, look at your textbook. K for kite, king, key, kangaroo. എന്തൊക്കെയുണ്ട്? K for kite, king, key and kangaroo. എന്തൊക്കെയാണ്? Kite. What do you mean by kite? K-I-T-E. Kite. എന്താണ് kite? Who can say? എന്താണ് അഫിയ? What is kite? പട്ടം. പട്ടം. പട്ടമാണ് അല്ലേ? Okay. Kite means പട്ടം. പട്ടമാണ് അല്ലേ? ആകാശത്ത് കൂടെ നമ്മള് എന്താണ് പറത്തി കളിക്കാറുണ്ട് പട്ടം അല്ലേ? പട്ടം കാണാത്തവരാരെങ്കിലും ഉണ്ടോ? എന്താണ് പട്ടം എന്ന് അറിയാത്തവരുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആകാശത്തിൽ ഇങ്ങനെ എന്താണ് പറത്തി വിടാറുണ്ടല്ലേ? പറത്തി കളിക്കാറുണ്ട് പട്ടം. So kite. Then next one, K for king. K-I-N-G. King. King. Who is king? Who is king? Hania Fatima. ആരാണ് king? King എന്ന് വെച്ചാൽ ആരാണ്? രാജാവ്. രാജാവാണല്ലേ? കിങ് എന്ന് വെച്ചാൽ ആരാണ്? രാജാവ്. വലിയ രാജാവാണല്ലേ? കണ്ടില്ലേ? വലിയ ചെയറിലൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. കുറെ ഗോൾഡ് ഒക്കെ വെയർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് K for king. കിങ് രാജാവ്. കിങ് എന്ന് വെച്ചാൽ ആരാണ്? രാജാവ്. സോ K for kite, K for king, and then K for key. K-E-Y. Key. What is key? What is key, Muhammad Sayan? What do you mean by key? എന്താണ് സയന key? Please unmute. ചാവി. ചാവിയാണല്ലേ? താക്കോലാണല്ലേ key? key എന്താണ്? ചാവി, താക്കോല് എന്നൊക്കെ പറയല്ലേ? താക്കോൽ. Key. K-E-Y. Key. Okay. K-E-Y. Key. Then next K for kangaroo. Who is kangaroo? kangaroo-നെ കണ്ടിട്ടുണ്ടോ? എന്താണ് kangaroo? kangaroo is a animal അല്ലേ? ഒരു ആനിമൽ ആണ്. അതെങ്ങനെയാണ്? തുള്ളി തുള്ളി പോവും അല്ലേ? കങ്കാരുവിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? കങ്കാരുവിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ്? എന്താണ് കങ്കാരുവിന്റെ പ്രത്യേകത? ആർക്കാണ് അറിയാ? കങ്കാരുവിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ അത്? എന്താണ് റിഷാൻ? സഞ്ചി. സഞ്ചി ഉണ്ടാവും അല്ലേ? ഒരു ബാസ്കറ്റ് ഉണ്ടാവും അതിന്റെ വയറിന്റെ അടുത്ത്. എന്തായിരിക്കും അതില്? ആ സഞ്ചിയിൽ എന്താ ഉണ്ടാവുക? കുഞ്ഞുണ്ടാവും അല്ലേ? ആരുടെ കുഞ്ഞാ ഉണ്ടാവുക? കങ്കാരുവിന്റെ കുഞ്ഞുണ്ടാവും അല്ലേ ആ സഞ്ചിയില്? കങ്കാരുവിന്റെ സ്പെഷ്യാലിറ്റി അതാണ്. എന്ത് ചെയ്യും? കങ്കാരു അതിന്റെ കുഞ്ഞിനെ എവിടെയാണ്? ഒരു സഞ്ചിയിൽ ഇട്ടിട്ടാ നടക്കുക. ഏത് സഞ്ചിയാണ്? അതിന്റെ വയറിന്റെ അടുത്ത് എന്തുണ്ടാവും?
ഒരു സഞ്ചി ഉണ്ടാവും അല്ലേ? അതിന്റെ വയറിനോട് ചേർന്നിട്ട് എന്തുണ്ടാവും? ഒരു സഞ്ചി ഉണ്ടാവും. ആ സഞ്ചിയിലാണ് ആ കങ്കാരു എന്ത് ചെയ്യാ? അതിന്റെ കുഞ്ഞിനെ ഇട്ടിട്ട് പോവുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? നോക്കട്ടെ. ആ മിസ് കാണിച്ചു തരാം എവിടെയാണ് ഉണ്ടാവുകയെന്ന്. ലിസൺ, നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കണേ. എന്താ ഇത്? കങ്കാരു ആണല്ലേ? അതിന്റെ വയറിന്റെ അടുത്ത് കണ്ടോ ഒരു കുഞ്ഞ് തലയുണ്ടല്ലേ? അതെന്താണ്? അതിന്റെ കുഞ്ഞാണല്ലേ? അതിന്റെ കുഞ്ഞിനെ വയറിന്റെ അടുത്തുള്ള ഒരു സഞ്ചിയിൽ ഇട്ടിട്ടാണ് ഈ കങ്കാരു പോവുക. കണ്ടോ? ആയിരപ്പൂരിണ്ടല്ലേ കണ്ടിട്ട്? കഴിഞ്ഞു അല്ലേ? ഇത്രേ ഉള്ളൂ. കണ്ടില്ലേ എന്താണെന്ന്? കങ്കാരുവിന്റെ കുട്ടീനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ വയറിന്റെ അടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സഞ്ചിയിൽ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ആരും അതിനെ എവിടെ എടുത്തോണ്ട് പോകുന്നില്ല അല്ലേ? എന്താണ്, എപ്പോഴും സേഫ് ആയിട്ട് ഇരിക്കും അല്ലേ കങ്കാരു അവിടെ? കണ്ടോ? അതിന്റെ വയറിന്റെ അടുത്ത് ഒരു പൗച്ച് ഉണ്ടല്ലേ? അതിന്റെ കുഞ്ഞിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗച്ച് ഉണ്ട്. അതിന്റെ അകത്താണ് ആരുണ്ടാവുക? കങ്കാരുവിന്റെ കുഞ്ഞുണ്ടാവുക. കണ്ടോ? അതിന്റെ പൗച്ചിന്റെ അകത്തുനിന്ന് അതിന്റെ കുഞ്ഞിങ്ങനെ എത്തി നോക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് കങ്കാരു അതിന്റെ കുഞ്ഞിനെ അതിന്റെ പൗച്ചിൽ കീപ്പ് ചെയ്യുക. ഇതാവുമ്പോ എന്ത് ചെയ്യും? ആരെങ്കിലും ഒക്കെ കങ്കാരുവിനെ പിടിക്കാനോ അറ്റാക്ക് ചെയ്യാനോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് അതിന്റെ അകത്തേക്ക് പോവും അല്ലേ? പിന്നെ അതിനെ കാണാൻ പറ്റില്ല കുഞ്ഞുണ്ട് എന്ന്. അപ്പൊ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ എപ്പോഴും സേഫ് ആയിരിക്കും. ആരും അതിനെ പിടിച്ചോണ്ടൊന്നും പോവില്ല അല്ലേ? Captain Washington and gentle folks about him. They say he's grown so tarnal proud he will not ride without them. Yankee Doodle, keep it up, Yankee Doodle dandy. Mind the music and the step, and with the girls be handy.
Okay, listen. ഇപ്പൊ കങ്കാരൂനെ കണ്ടില്ലേ? കങ്കാരൂനെ കണ്ടു, അതിന്റെ പൗച്ചൊക്കെ കണ്ടു അല്ലേ? എങ്ങനെയാണ് കങ്കാരു ഉണ്ടാവുക, അതിന്റെ പൗച്ചിന്റെ അകത്ത് എങ്ങനെയാണ് കുഞ്ഞിനെ കൊണ്ട് നടക്കുക എന്നൊക്കെ കണ്ടില്ലേ? ഇഷ്ടായോ കങ്കാരൂനെ? ഇഷ്ടായോ? ഇഷ്ടായില്ലേ? ഓ, ധൻദേവിന് ഇഷ്ടായില്ല. കൊറേ പേർക്ക് ഇഷ്ടായി. ധൻദേവിന് എന്താ ഇഷ്ടാകാഞ്ഞു ധൻദേവേ? എന്താണ് ഇഷ്ടാകാഞ്ഞത്? എന്താണ്? കങ്കാരുവിനെ കാണാൻ ഒട്ടും ഭംഗിയില്ലേ? ഇല്ലേ? ഓക്കെ, ധൻദേവിന് ഇഷ്ടായില്ല, ബാക്കി കുറെ പേർക്ക് ഇഷ്ടായി. സോ കങ്കാരു, കെ ഫോർ കങ്കാരു. കങ്കാരുന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അതിന്റെ കുഞ്ഞിനെ അതിന്റെ വയറ്റിന്റെ അകത്തുള്ള പൗച്ചിലാണ് അത് എപ്പോഴും സൂക്ഷിക്കുക അല്ലെ? സോ കെ ഫോർ കൈറ്റ്, കിങ്, കീ ആൻഡ് kangaroo. Le, K for kite, king, key and kangaroo. Harshal, can you read the letter K and the word also? K. K for king, K for kite, K for kangaroo, K for key. Key. Okay. K for kite, K for king, K for key and K for kangaroo. Then Afia, can you read that? King, kite, kangaroo, key. Okay. K for kite, king, key and kangaroo. Then Rishan, can you read? K for cage, kite, Okay. K for king, kangaroo. Okay. K for kite, king, key and kangaroo. Then Riyan, Vaichimone. Kite, king, kangaroo. Okay. Kite, king, key and kangaroo. Then Manav Shaiju. Okay. Kite, king, key, and kangaroo. Okay. K for kite, king, key and kangaroo. Then Nihara. Okay, then Nihal. എന്താണ് നിഹാര? Okay, നിഹാൽ വായിച്ചേ മോനെ. നിഹാരോ എന്തോ കങ്കാരു, ഇത് kite, king. Okay. Kite, king, key and kangaroo. Then Marwan. K for king, kite, key, kangaroo. Okay. K for kite, king, kangaroo, key. Then Muhammad Rizwan. King, K for king, K for kite, K for kite, kangaroo, key. Okay. Then Naomi, listen. Naomi ശ്രദ്ധിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലോ നവമിയുടെ കയ്യിലല്ലേ? നവമി ലിസൺ ചെയ്യാ ഏതൊക്കെയാണ് വായിക്കുന്നതെന്ന്. ഓക്കെ. Then ജാനകി വായിച്ച മോളെ. K for king, kite, key, kangaroo. Okay. K for kite, kangaroo, king and key. Then Sayak, could you please read that? Unmute ചെയ്തേ. K for key,
E. E. Okay. പിന്നെ ബട്ടൺ. K for kite. K for kite. Hmm. K for kangaroo. Okay. Okay, then Muhammad Zayan. വായിച്ചു മോനെ. K for kite. King. Key. Kangaroo. Okay. Okay. Then Rishidev. K for K for key. Kite. Key. Kangaroo. Okay. Then Fatima. kite. Kite. King. King. E. Key. Kangaroo. Okay. Then Hania. Please read that. King. Kite. Okay. Key. Kangaroo. Okay. Kite, king, key and kangaroo. ഇനി ആരാണ്? ഹർഷാൽ വായിച്ചോ. ഹർഷാൽ വായിച്ചല്ലോ മോനെ. യെസ്. ഓക്കെ. ദെൻ നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലിന്റെ വേർഡ്സ് പഠിക്കാനുണ്ട് അല്ലെ? എല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ കുറച്ച് ആക്ടിവിറ്റീസും ചെയ്യാനുണ്ട് അല്ലേ? സോ ഇപ്പൊ മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞു. 1 മിനിറ്റേ ഉള്ളൂ. സോ ക്ലാസ് ഇപ്പൊ കട്ടാവും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ കെയുടെ വേർഡ്സ് ഒക്കെ നന്നായി വായിച്ചു നോക്കിയിട്ട് വരിക.